ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഗാസിൻ്റെയും കൊണ്ടുള്ള ഫസ്റ്റത്തെ ട്രിപ്പാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ട്രിപ്പിനൊക്കെ മനോഹരാക്കുന്നത് പ്ലേസ് അല്ല, വ്യക്തികളാണെന്ന് പറയണ ഞാൻ കേട്ടിട്ടുണ്ട്. അത് കറക്റ്റാണെന്നുള്ളത് എനിക്കെൻ്റെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഓരോരോ സ്ഥലത്തേക്ക് ട്രിപ്പ് പോകുമ്പോഴും ഞാൻ കൂടുതൽ ആസ്വദിക്കുന്നത് ആ ഒരു പ്ലേസോ ഒന്നും ഇല്ലായിരുന്നു, ആ മൊമെൻറ്റ്സ് ആയിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ഈ പ്രഗ്നൻസി 9 മന്തിൽ ഞാനും ചിക്കുക്കയും കൂടെ ഒരു ബേബി മൂൺ പോലെ ഒരു ട്രിപ്പ് പോയി. ഊട്ടിയിൽ തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. 9 മന്തൊക്കെ അല്ലേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക എന്നുള്ളതൊക്കെ. പക്ഷേ ആ ടെൻഷനൊക്കെ ചിക്കുക്ക കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് സെറ്റാക്കാം, ആ ഒരു മൈൻഡിലായിരുന്നു. പിന്നെ ഓൺ കോൺഫിഡൻസ് ആണെന്നുണ്ടെങ്കിൽ എനിക്കതിൻ്റെ പ്രശ്നമല്ലല്ലോ. അതുപോലെ തന്നെയായിരുന്നു ഗാസിൻ്റെ ഫസ്റ്റത്തെ ട്രിപ്പ് കേട്ടോ. ഫസ്റ്റത്തെ ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഒന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്തൊക്കെ കയ്യിൽ കരുതണം, എങ്ങനെയായിരിക്കും ഓൻ്റെ ഒരു റെസ്പോൺസ് ഒന്നും നമുക്കറിയില്ല. ഇനി തണുപ്പ് പറ്റുമോ, പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയുമോ, നമ്മൾ മാനേജ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതൊക്കെ ആയിരുന്നു നമ്മുടെ പേടി. അപ്പോഴും എന്നോട് ചിക്കൊക്കെ പറഞ്ഞ കാര്യം ഇല്ല, അതൊന്നും പ്രശ്നമല്ല, നമുക്ക് സെറ്റാക്കുക എന്നുള്ളതാണ്. ഓൻ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് വേറെ ഒന്നും അറിയണ്ട. അതുകൊണ്ട് തന്നെ എല്ലാ ട്രിപ്പും ഒരു ടെൻഷനും ഇല്ലാതെയാണ് പോണത്, എക്സ്പെഷ്യലി ഈ ഒരു ട്രിപ്പ്. പക്ഷേ ഞാൻ പേടിച്ച പോലെ ഒന്നും ഉണ്ടായില്ല കേട്ടോ. ചെക്കൻ നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു. മോർണിംഗിൽ ഒരു 5:30 ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ എണീറ്റ് ഓന് ഡ്രസ്സൊന്നും ചെയ്യേണ്ട, അങ്ങനെ അങ്ങ് കയറി പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾ ഡ്രസ്സ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഓൻ എണീറ്റിട്ടുണ്ടായിന്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഓന് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു. ആ സമയം മുതലേ ആൾ ആക്റ്റീവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിലമ്പൂർ ഒരു റെസ്റ്റോറൻറ്റിൽ അവിടെ കയറി നല്ല ചൂട് ദോശയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ ഗൂഡല്ലൂരൊക്കെ എത്തുന്ന സമയപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിട്ടോ. അത് വാങ്ങിയിട്ട് പിന്നെ നമ്മൾ ഗൂഡല്ലൂരിനൊരു ഹട്ടി വഴിയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നല്ല വ്യൂ ആയിരുന്നു, നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. ഈ സമയത്തൊക്കെ ഇവനെ നമുക്ക് കാർ സീറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ ഓനെ ബാക്കിൽ ഇരുത്തിക്കായിരുന്നു, നമ്മൾ ഫ്രണ്ടിലായിരുന്നു. അവനെ കൊണ്ടൊരു ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടില്ല. ഓൻ കാഴ്ചകൾ കണ്ടിരിക്കുന്നുണ്ട്, അതുപോലെ ഓനെ ഉറക്കം വരുമ്പോൾ ഓനെ ഉറങ്ങുന്നുണ്ട്, നമ്മൾ ഫ്രണ്ടിൽ അങ്ങനെ സംസാരിച്ചിരിക്കുന്നുണ്ട്, നമ്മളങ്ങനെ എൻജോയ് ചെയ്ത് നമ്മളും പോകുന്നുണ്ട്. എന്നാലും ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ അടിപൊളിയായി നമ്മൾ ഊട്ടിയിലെത്തിട്ടോ. നമ്മൾ നേരെ പോയത് മഴ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ പോയത് ഒരു കഫേയിലായിരുന്നു. അൽഫ കഫേ എന്ന് പറഞ്ഞിട്ടൊരു കഫേ ആയിരുന്നു കേട്ടോ. എൻ്റെ ഇതങ്ങനെ ഇരുന്നു. ഞങ്ങളായിരുന്നു ഫസ്റ്റ് കസ്റ്റമർ, ആരും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം ഒരു മോർണിംഗ് ഒക്കെ അപ്പോഴാണ് നമ്മൾ അവിടെ എത്തിയത്. ഏകദേശം ഒരു 9 o'clock ഒക്കെ അപ്പോൾ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ വേറെ എവിടെയും ഇറങ്ങിയിട്ടില്ല, നേരെ ഊട്ടിയിലാണ് വന്നത് കേട്ടോ. കാരണം ഇപ്രാവശ്യത്തെ ഈ ഒരു ട്രിപ്പ് പോവാത്ത സ്ഥലങ്ങളിൽ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ വന്നപ്പോൾ ഭയങ്കര മഴയായിരുന്നു, പക്ഷേ കുഴപ്പമില്ലായിരുന്നു. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഗോസ്റ്റ് ഹൗസിൽ, ആ ഒരു ഗോസ്റ്റ് ഹൗസ് ഉണ്ടല്ലോ, അത് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ ചെന്നപ്പോൾ അത് ക്ലോസ്ഡ് ആണ്, അങ്ങോട്ട് പ്രവേശനമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവിടെ പോയി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കണ്ട് പോന്ന്. അത് കഴിഞ്ഞ് നമ്മളൊരു പ്ലേസ്, നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം കണ്ട് അവിടെ ഇറങ്ങി അവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ നമ്മൾ സ്ട്രോളറിൽ ഇങ്ങനെ റൗണ്ട് ചെയ്യുമ്പോൾ അതൊക്കെ ഒരു ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അതായത് എൻജോയ് ചെയ്യാണല്ലോ. നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതിനേക്കാളും ഓരോ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഓരോ പൂവിനെയും അതുപോലെ ഓരോ മഴ, വണ്ടികൾ പോണത്, ഇതെല്ലാം നോക്കി കാണുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ റൂമിൽ പോയി ലഗേജൊക്കെ വെച്ചിട്ടൊന്ന് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ റൂമിൽ പോയി ചിക്കുവാൻ്റെ ഫ്രണ്ടിൻ്റെ കെയർ ഓഫിലായിരുന്നു കേട്ടോ റൂം നമ്മൾ സെറ്റ് ചെയ്ത്. അങ്ങനെ നമ്മൾ റൂമിൽ പോയി ലഗേജൊക്കെ വെച്ചൊന്ന് കിടന്നുറങ്ങി എണീറ്റപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു, നല്ല മഴ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ഇവന് തണുപ്പ് കഴിയോ എന്നുള്ളതൊക്കെ. ഞാൻ അത്യാവശ്യം പോലെ സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ലൗഡയിലാണ് പോയത്. ലൗഡയിൽ ഇതുവരെ പോയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഇതുവരെ പോവാത്ത സ്ഥലങ്ങളിൽ പോകണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റത്തെ ഒരു ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലൗഡയിലാണ് ഫസ്റ്റ് പോയ സമയത്ത് അവിടെ നിറയെ ആൾക്കാരുമാണ്. ഭയങ്കര മഴയായിരുന്നു. ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ചാറ്റൽ മഴയുണ്ട്, പെട്ടെന്ന് വലിയ മഴയായിട്ടും പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അധിക നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ നേരെ തന്നെ ഊട്ടി ടൗണിലോട്ട് തന്നെ അങ്ങനെ പോവുകയാണ്. കാരണം അന്ന് ആ ഒരു ദിവസം നമുക്ക് എവിടെയും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല, കാരണം നല്ല മഴയാണ്. എവിടെയും ഇറങ്ങിയിട്ടൊന്ന് നിൽക്കാനോ അല്ലെങ്കിൽ ഒന്ന് നടക്കാനോ ഒന്ന് കറക്കാനോ ഒന്നിനും പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏതായാലും നമ്മൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റ് കയറി ലഞ്ചൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബോട്ട് ഹൗസിൽ വരുന്ന ഒരു പർച്ചേസ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ,
അവിടെ പോയി എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷെ ഒന്നും വാങ്ങാൻ പറ്റിയില്ല. ചിക്കുക്ക് ഈ ഒരു ഫ്ലവർ മാത്രം വാങ്ങി. അതേ ഉള്ളൂ അവിടെ. വേറെ പിന്നെ ചോക്ലേറ്റൊക്കെയാണ്, അതൊന്നും വലിയ ടേസ്റ്റ് ഇല്ലാത്ത സംഗതികളാണല്ലോ. സോ നമ്മൾ അതൊന്നും അവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പിന്നെ നമ്മൾ നേരെ ഊട്ടി ടൗണിലാണ് പോയത്. ഊട്ടി ടൗണിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വാങ്ങാമെന്ന് വിചാരിച്ചങ്ങനെ ടൗണിൽ കൂടി ഇറങ്ങിയതാണ്. മഴയല്ലേ ഉണ്ടായില്ല, അതുകൊണ്ട് തന്നെ നല്ല സുഖമായിരുന്നു നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഊട്ടി പോയപ്പോൾ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു, ഒരു ഇന്ത്യൻ ബേക്കറിയോ അങ്ങനെ എന്തോ തോന്നുന്നു. അവിടെ തന്നെയായിരുന്നു പ്രാവശ്യം കയറി. അപ്പോൾ നമ്മളിപ്പോൾ കുറേ കടകളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല സ്പോട്ട്, അതായത് നല്ല ഫുഡ് കിട്ടുന്ന സ്പോട്ടൊക്കെ. അതുകൊണ്ട് നമ്മളിപ്പോൾ എപ്പോഴും അങ്ങനെ ആ ഒരു സ്പോട്ട് നോക്കിയിട്ടാണ് കയറൽ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം കയറിയ മിക്ക കടകളിൽ തന്നെയാണ് ഈ പ്രാവശ്യം കയറിയത്. അവിടെ നമ്മൾ കുറച്ച് കേക്ക്സ്, പിന്നെ ഒരു ഡ്രിങ്ക്, അതുപോലെ പിന്നെ കുറച്ച് ചിപ്സ് ഐറ്റംസ്, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ട് നേരെ നമ്മൾ റൂമിൽ പോയി TV കണ്ട് അങ്ങനെ ഇരുന്ന്. അപ്പോൾ നെക്സ്റ്റ് ഡേത്തെ വ്ളോഗ് ഞാൻ അടുത്ത ദിവസം ഇടാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ.